ഹായ് ഹലോ. നമുക്ക് ഞാൻ ഓൾറെഡി ഒരു ഷിഫ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇത്. അപ്പം ഇത് പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് കേട്ടോ. ഇതെന്താണ് കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അപ്പം അവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് റൂം കാണുന്നത് കേട്ടോ. ഞാൻ ഈ ടൈം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം തന്നെയാണ് വന്നിട്ടുള്ളത്. ഫോട്ടോസിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിക്കാണ് മോനും ഒക്കെ ആയിരുന്നു വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നിന്നതിനെക്കാട്ടി കുറച്ചുകൂടി സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ് കിട്ടിയത്. അൽഹംദുലില്ലാ. നമുക്കെപ്പോഴും കുറച്ച് നീറ്റായിട്ടും കുറച്ച് സ്പേഷ്യസ് ആയിട്ടും കിട്ടുമ്പോഴാണ് കുറച്ചുകൂടെ എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പം ഇവിടെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ആ കാണുന്നത് എന്താണെന്നുണ്ടോ, എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അത് കാരണം ഭയങ്കര ഒരു ആശ്വാസമാണ്, എന്താണെന്നറിയില്ല. പിന്നെ എല്ലാ മിക്ക ഷോപ്പുകളും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതൊരു വലിയ സമാധാനമാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് ഒന്ന് പോകാനും വരാനും ഒക്കെ ആയിട്ട്. ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ ഇതുവരെ ഒന്ന് പാല് കാച്ചി അങ്ങനത്തെ യാതൊരു പരിപാടികളും ചെയ്തിട്ടില്ല. കാരണം എല്ലാം അവിടെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിനി അതെല്ലാം ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാത്ത കൊണ്ട് എല്ലാം അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. എങ്കിലും ഓരോന്നായിട്ട് തുടങ്ങുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഓരോന്നായിട്ട് ഓരോരുത്തർക്കും ഓരോരുടെ ജോബിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോന് അവൻ്റെ ഡ്രസ്സ് ഒക്കെ ഫോൾഡ് ചെയ്ത് വെക്കാനും ഇക്കാന് അവരുടെ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കിച്ചണിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് തന്നെയായിരുന്നു റൂമൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് അവിടെ ഇവിടെയുള്ളൊക്കെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് വൃത്തിയാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ. നമുക്കതിൽ എന്താ പറയുക, ഒരു OCD എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പം കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ തോന്നും. അപ്പോൾ അത് കാരണം മാത്രം ഞാൻ വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പം നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഞാൻ അവരുടെ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേയൊക്കെ സാധനങ്ങൾ ഞാൻ മാറ്റി. പിന്നെ ഓരോരോ ഭാഗത്തായിട്ട് നമ്മുടെ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ അതിൻ്റെ അകത്തൊക്കെ ഇത് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താ ഈ കണ്ടെയ്നേഴ്സൊക്കെ നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നവരുടെയാണ്. പക്ഷെ അത് യൂസ്ഫുള്ളാണ് നമുക്ക്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ബദാമൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് വേണം എന്ന് വിചാരിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് ഇപ്പോൾ വന്നതിന് ശേഷം 2 ദിവസമായിട്ട് കഴിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഉണ്ണിയപ്പം കിട്ടിയതാണ് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉണ്ണിയപ്പം കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ചേച്ചി വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു മലയാളി തന്നെയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു 1 അല്ല 2 പാക്കറ്റ് മേടിച്ചു. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ചേച്ചിയുടെ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആവശ്യം വന്നാൽ വിളിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇവിടുന്ന് കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണാൻ നമ്മുടെ ഷൂറാക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ പുറത്ത് ചെരുപ്പൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതകത്ത് തന്നെയാണ് വെക്കുക. പിന്നെ ഞാൻ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വന്നപാടെ ഒന്നും ബെഡിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചു. നമ്മുടെ കംഫർട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ബെഡ്ഷീറ്റും ആ സമയത്തൊന്ന് ഇട്ടതാണ്. ഇനി വേണം ബാക്കിയുള്ളതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. പിന്നെ നമ്മുടെ മോനിങ്ങനെ TV ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കണം കേട്ടോ. അവന് റൂം നന്നായിട്ട് ഇഷ്ടമായി. അവനും എന്നെപ്പോലെ നല്ല നീറ്റ് ഉണ്ടായിരിക്കണം റൂമിന്. അതാണ് മെയിനാണ് ഫോക്കസ് ചെയ്യുക. നമ്മൾ കുറേ റൂം പോയി കണ്ടിരുന്നു, പക്ഷെ അതൊന്നും ഇഷ്ടമായിട്ടുണ്ടായില്ല. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കുറച്ചായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ടൊന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല, എങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പുതുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അതിലേക്ക് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇത് സെക്കൻഡ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നാൽ പിന്നെ കുറച്ച് പാലെന്നാൽ കാച്ചി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാല് കാച്ചിയാണ് സുഹൃത്തുക്കളെ. ചിലർ പാലിങ്ങനെ പൊങ്ങിയിട്ട് പുറത്ത് പോകണമെന്ന് പറയില്ലേ, എന്തോ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട്. ഞാൻ എന്തായാലും പുറത്തൊന്നും കളയുന്നില്ല. പാലൊക്കെ നന്നായിട്ട് പോലെ വന്നു. മോനെ എണ്ണീറ്റിട്ടില്ല. ഞാനും ഇക്കായി മാത്രമാണ് ഇപ്പോൾ എണ്ണീറ്റിട്ടുള്ളൂ. രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞ്. അപ്പം ആ സമയത്ത് അന്ന് രണ്ടാളും കുറച്ച് പാല് കുടിക്കുന്ന ശീലമൊന്നും നമുക്കില്ല, പൊതുവേ ഇല്ല. ജസ്റ്റ് ഇതിനു വേണ്ടി എടുത്തുകൊണ്ട് മാത്രം ഇത്തിരി പാല് നമുക്ക് കുടിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ.
ഇനി ബാക്കി ചായക്കായിട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട്. മോൻ വരുമ്പം മോനും കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ രാവിലെ ഒരു സ്റ്റാർട്ടറായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ടില്ല. അപ്പം ഞാനന്ന് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബദാമും ഒക്കെ ഉണ്ട്, അത് എല്ലാവർക്കും കൂടെ കട്ട് ചെയ്തും എടുത്തൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും ഒരു ഭാഗത്തായിട്ട് എല്ലാവരുടെ കയ്യിലും കൊടുത്തു. ഇനി അത് കഴിഞ്ഞൊരു 10-11 മണിയായപ്പം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അവിടെ നിന്ന് വന്നപ്പം എൻ്റെ കയ്യിൽ കുറച്ചധികം കറി ഞാനന്ന് വരുന്നതിന് മുമ്പ് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന് നോമ്പുണ്ടായിരുന്നു ആ സമയത്ത് ഞാനത് വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് മനസ്സ് അന്ന് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നപാടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ചൂടാക്കി അതിൻ്റെ കൂടെ നമുക്ക് നല്ല പൊറോട്ടയും മേടിച്ചു. പിന്നെ ബുൾസേ മസ്റ്റാണ് ഇവിടെ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഒരു എഗ്ഗായിട്ടോ ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗോ എന്തെങ്കിലും വേണം ഇവിടെ. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് അപ്പോൾ അന്നങ്ങനെ അങ്ങോട്ട് പോയി. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയും പെയ്തു കേട്ടോ. അടിപൊളി മഴയായിരുന്നു. പക്ഷെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. രാവിലെ തന്നെ ഇങ്ങനെ മഴ പെയ്യും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയെല്ലാം കഴിഞ്ഞ് കുറച്ച് ടിന്നുകളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇവിടത്തേക്ക്. അപ്പം അങ്ങനെ കുറച്ചധികം തന്നെ ടിന്നുകളൊക്കെ മേടിച്ചു. ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെല്ലാം അതിൻ്റെ ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കണം. അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം ഇട്ട് വെക്കാൻ. പിന്നെ ഡിന്നറിന് എന്തായാലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തിയും പനീറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ഒരു ഭാഗം നല്ല പനീർ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള പനീർ മസാല റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് ഞാൻ എൻ്റെ ഡ്യൂട്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ കൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.